ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഹെൽത്ത് എഡ്യൂക്കേഷൻ എങ്ങനെ എഴുതാമെന്നാണ്. നമ്മൾ നഴ്സിംഗ് സ്റ്റുഡൻസിന് ഫസ്റ്റ് സെമ്മിലും സെക്കൻഡ് സെമ്മിലും തേർഡ് സെമ്മിലും 2 ഹെൽത്ത് എഡ്യൂക്കേഷനൊക്കെ വരുന്നുണ്ട്. മെഡിക്കൽ ഹെൽത്ത് എഡ്യൂക്കേഷനും സർജിക്കൽ ഹെൽത്ത് എഡ്യൂക്കേഷനും പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഹെൽത്ത് എഡ്യൂക്കേഷൻ എങ്ങനെയാണ് എഴുതുന്നതെന്നുള്ള കാര്യമാണ് ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. ഇപ്പോൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവം എന്ന് പറയുമ്പോൾ നമുക്കൊരു ടോപ്പിക്ക് തരും. അതായത് ഇപ്പോൾ നമ്മുടെ ടീച്ചേഴ്സ് ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ഇപ്പോൾ 50 പിള്ളേരാണെങ്കിൽ 50 പിള്ളേർക്ക് ഡിവൈഡ് ചെയ്തിട്ട് 50 ടോപ്പിക്ക് തരും. വെച്ചിട്ട് കുറച്ച് കോളങ്ങളാക്കി വരച്ചിട്ടാണ് നമ്മൾ എഴുതുന്നത്. ഈ വരുന്ന കോളത്തിൽ എന്തൊക്കെയുണ്ട്? ഫസ്റ്റത്തെ കോളത്തിൽ എസ്സേ നമ്പർ വരുന്നുണ്ട്, ടൈം വരുന്നുണ്ട്, സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് വരുന്നുണ്ട്. നെക്സ്റ്റ് ഒരു വലിയ കോളം കണ്ടൻറ് എന്ന് പറഞ്ഞിട്ട്, പിന്നെ ടീച്ചേഴ്സ് ആക്ടിവിറ്റി, ലേണേഴ്സ് ആക്ടിവിറ്റി, അതായത് കേട്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ആൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ പഠിപ്പിക്കുന്ന ആളുടെ ആക്ടിവിറ്റിയാണ് ടീച്ചേഴ്സ് ആക്ടിവിറ്റി. ഈ ലേണേഴ്സ് ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ആർക്കാണോ പഠിപ്പിച്ചു കൊടുക്കുന്നത് അവരെന്ത് ചെയ്യുന്നത് അതാണ് അവിടെ എഴുതുന്നത്. പിന്നെ ലാസ്റ്റ് വരുന്നതാണ് ഏവിയേറ്റ്സ്. ഏവിയേറ്റ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിപ്പോൾ വെറും ഇങ്ങനെ വായിട്ട് അലച്ചിട്ട് മാത്രം കാര്യമില്ല, ഇപ്പോൾ അവർക്ക് മനസ്സിലാവും. നേഴ്സിംഗ് സ്റ്റുഡൻസ് എങ്ങനെയാണ് മാർജിൻ വരയ്ക്കേണ്ടതെന്ന കാര്യമാണ് പറയാൻ പോകുന്നത്. കാരണം നമുക്ക് ഇഷ്ടംപോലെ അസൈൻമെൻറ്റ്സും റൈറ്റിംഗ് റിക്വയർമെൻറ്റ്സ് ആയിട്ടുള്ള കെയർ പ്ലാന്, കേസ് സ്റ്റഡി, ഹെൽത്ത് എഡ്യൂക്കേഷൻ, ടീച്ചിങ് പ്ലാന്, അങ്ങനെ കുറേ സംഭവങ്ങൾ നമുക്ക് എഴുതാൻ വരുന്നുണ്ടല്ലോ. അപ്പോൾ എന്ത് കാര്യം എഴുതുന്ന സമയത്തും നമ്മൾ എന്ത് ചെയ്യണം, മാർജിൻ്റെ ഒരു ഭാഗം ഇതുപോലെ നല്ലോണം വലുതാക്കിയിട്ട് വേണം മാർജിൻ ഇടാൻ. പിന്നെ ബാക്കി സൈഡ്സ് നിങ്ങൾ ഇഷ്ടംപോലെ വരയ്ക്കാം, പക്ഷേ ഒരു സൈഡ് നമ്മളെപ്പോഴും വലുതാക്കിയിട്ട് വേണം വരയ്ക്കാൻ. അപ്പോൾ ഇവിടെ ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് ജസ്റ്റ് ഒരു ട്രിക്കാണ്. അതായത് ഇപ്പോൾ നമുക്ക് ഒരുപാട് പേപ്പർ വരയ്ക്കാനുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വരച്ച് തീരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ ആണിത്. അതായത് നമ്മൾ ആദ്യം എല്ലാ പേപ്പേഴ്സും ഇതുപോലെ വെച്ചിട്ട് ഒരു സൈഡ് വരച്ചിട്ട് ആ പേപ്പേഴ്സിനൊക്കെ മറിച്ചിട്ടതിന് ശേഷം മറ്റിടത്തും ഇതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ടാകും, അവിടെ വരച്ച് കംപ്ലീറ്റ് ചെയ്ത് ഫില്ലാക്കി പോവാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് A4 മാർജിൻ ഇടാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മളൊരു സൈഡ് എന്തിനാണ് എപ്പോഴും നല്ല നീളത്തിൽ മാർജിൻ വരക്കുന്നത് അല്ലെങ്കിൽ കുറച്ച് വലുതാക്കിയിട്ട് മാർജിൻ ഇടുന്നതെന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് പഞ്ച് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഫയലൊക്കെ ചെയ്യുന്നത് നമ്മുടെ പേപ്പർ ഫയലിൽ നമ്മൾ കയറ് വെച്ചിട്ട് തുന്നി കെട്ടുമല്ലോ, ആ ഒരു രീതിയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ കെയർ പ്ലാൻ ഫയൽ, അസൈൻമെൻറ്റ് ഫയൽ, ഒബ്സർവേഷൻ ഫയൽ, അങ്ങനെ കുറേ ഫയൽ നമുക്ക് വരുന്നുണ്ട്. ഈ ഫയലൊക്കെ നമ്മൾ ലാസ്റ്റ് നമ്മൾ എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സിലബസ് അല്ലെങ്കിൽ നമ്മുടെ റിക്വയർമെൻറ്റ് സ്പേസിയുടെ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഒരു ഓർഡറിൽ ഫയലാക്കി കെട്ടി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആ സമയത്ത് ഒരു ബുക്ക്ലെറ്റ് പോലെ അല്ലെങ്കിൽ ഒരു ഫയലാക്കിയിട്ട് വെക്കുന്ന സമയത്ത് നമ്മൾ എല്ലാ സൈഡിലും സെയിം മാർജിൻ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫയലിൽ നമ്മൾ എഴുതിയ കാര്യം ഒരു വൃത്തിയായിട്ട് കിട്ടില്ല. അപ്പോൾ നമ്മൾ ഒരു നോട്ട് ബുക്ക് അല്ലെങ്കിൽ ഒരു ബുക്ക് രീതിക്ക് വൃത്തിക്ക് നിൽക്കാൻ വേണ്ടിയാണ് നമ്മളൊരു സൈഡിൽ ലോങ് മാർജിൻ ഇടുന്നത്. കെയർ പ്ലാൻ ഫയലൊക്കെ ഞാൻ ഇനി ഹോസ്റ്റലിൽ പോകുന്ന സമയത്ത് കാണിച്ചു തരാം. അങ്ങനെ ഹെൽത്ത് എഡ്യൂക്കേഷൻ എഴുതാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതൊക്കെ മാർജിൻ ഇടുന്നത്. ഇങ്ങനെ നമ്മൾ മാർജിൻ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ സൈഡും ഒരുപോലെ പെട്ടെന്ന് മാർജിൻ ഇട്ടിട്ട് ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ മാർജിൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഹെൽത്ത് എഡ്യൂക്കേഷനുള്ള കോളാണ് വരക്കുന്നത്. ആദ്യത്തെ കോളം എസ്സേ നമ്പറിനാണ്, രണ്ടാമത്തെ കോളം ടൈമിന്, മൂന്നാമത്തെ കോളം സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ്, ഇനി നാലാമത് വരുന്ന വലിയ കോളാണ് ഈ കണ്ടൻറ് എന്ന് പറയുന്ന കോളം. ഇനി ലാസ്റ്റ് കോളം വരച്ചേക്കുന്നത് ഇവാലുവേഷൻ. അതിന് മുമ്പത്തെ കോളം ഏവിയേറ്റ്സ്, നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത് അറിയാൻ വേണ്ടിയിട്ട്. അതിന് മുമ്പ് വരുന്ന കോളം ലേണേഴ്സ് ആക്ടിവിറ്റി, അതിന് മുമ്പുള്ളത് ടീച്ചേഴ്സ് ആക്ടിവിറ്റി. ഇത്രയും കോളാണ് നമ്മൾ നമ്മുടെ ഹെൽത്ത് എഡ്യൂക്കേഷൻ വരക്കുന്നത്. ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഓരോ കോളത്തിലും എഴുതേണ്ട കാര്യങ്ങളെ പറ്റി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. നമ്മൾ ഓരോ പേജ് എടുക്കുന്ന സമയത്തും മുകളിൽ പേജ് നമ്പർ എഴുതാൻ മറക്കരുത്. കാരണം മറന്നുപോയാൽ നമുക്ക് പിന്നെ ആകെ കൺഫ്യൂഷൻ ആവും, ഏത് ആദ്യത്തെ പേജ് ഏത് രണ്ടാമത്തെ പേജ് എന്നുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ആ പേജിൻ്റെ നേരത്തെ വരച്ച A4 ബാക്കിലും ഇതുപോലെ സെയിം കോളം വരക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ വരച്ചത് ആ ഭാഗത്താണെങ്കിൽ ഇപ്പോൾ നമ്മൾ അതിന് നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് മുകളിൽ ആ കോളത്തിൻ്റെ ഇത് വരക്കുന്നത്. ഇനി നമുക്കിത് ഫില്ല് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ എന്ന് പറയുമ്പോൾ എസ്ഐ നമ്പർ, ഓരോ ടോപ്പിക്കിനും ഓരോ നമ്പർ ഇതാണ് കൊടുക്കുന്നത്. ഒന്നാമത്തെ ടോപ്പിക്കിന് 1, രണ്ടാമത്തെ ടോപ്പിക്ക് 2, മൂന്നാമത്തെ ടോപ്പിക്ക് 3, ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഓരോ ടോപ്പിക്കിൽ വരുന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇനി രണ്ടാമത്തെ കോളം ടൈമാണ്. കാരണം നമുക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ ടോട്ടൽ ടൈം എന്ന് പറയുമ്പോൾ 30 മിനിറ്റാണ്. ഈ 30 മിനിറ്റിനകത്ത് വേണം നമ്മൾ എടുത്ത് തീർക്കാൻ. അപ്പോൾ ഓരോ ടോപ്പിക്കിനും ഇത്ര സമയം എന്നുള്ള കണക്കുണ്ടാവും, അത് എഴുതാനാണ് ടൈം എന്ന് പറഞ്ഞിട്ടുള്ള കോളം. ഇനി നെക്സ്റ്റ് വരുന്ന കോളാണ് സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ്. ഈ സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ ടോപ്പിക്കിലും എന്താണ് ചേർത്തിട്ടുള്ളത് എന്നുള്ള കാര്യം. ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ ആണെങ്കിൽ നമ്മളിവിടെ എന്ത് എഴുതും, ഇൻട്രൊഡക്ഷൻ അബൌട്ട് ദ ടോപ്പിക്ക്, നമ്മുടെ ടോപ്പിക്ക് ഏതാണോ ആ ടോപ്പിക്ക് ഇവിടെ എഴുതി കൊടുക്കും, ഇൻട്രൊഡക്ഷൻ അബൌട്ട് ദ ടോപ്പിക്ക്. ഇനി നെക്സ്റ്റ് വരുന്നത് കണ്ടൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റിടത്ത് ജസ്റ്റ് ഒരു ഇത് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ബ്രീഫായിട്ട് എഴുതാനുള്ള പോർഷനാണ് ഈ കണ്ടൻറ്റ് എന്ന് പറയുന്ന ഭാഗം. ഇനി നെക്സ്റ്റ് വരുന്ന കോളം ടീച്ചേഴ്സ് ആക്ടിവിറ്റി.
ടീച്ചേഴ്സ് ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ ടീച്ചറായിട്ട് വരുന്നത് നമ്മളാണ്. അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസിന് അല്ലെങ്കിൽ നമ്മുടെ പേഷ്യൻസിന് എങ്ങനെയാണ് ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ നോർമലി ഈ ടീച്ചേഴ്സ് ആക്ടിവിറ്റിയിൽ വരുന്നത് ലെക്ചർ കം ഡിസ്കഷനാണ്. അതായത് നമ്മൾ അവർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുന്ന പോലെയല്ലേ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതാണ് ഈ ലെക്ചർ കം ഡിസ്കഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് ലേണേഴ്സ് ആക്ടിവിറ്റി, അതായത് കേട്ടിരിക്കുന്ന ആളുടെ പണി എന്ത്, അല്ലെങ്കിൽ കേട്ടിരിക്കുന്ന ആൾ എന്ത് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വരുന്നതാണ് ലിസണിങ്. കേട്ടിരിക്കുന്ന ആൾ എന്ത് ചെയ്യുന്നത്, അത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ആൾ അത് കേട്ടിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അവിടെ ലിസണിങ് ആണ് താഴെ നമ്മൾ എഴുതുക. ഇനി ഏവേഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ചാർട്ട്സ് എന്തെങ്കിലും മോഡൽസ് അല്ലെങ്കിൽ ഫ്ലാഷ് കാർഡ്സ് ഒക്കെ യൂസ് ചെയ്യും. അതിനാണ് ഈ ഏവേഡ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷം പേഷ്യൻ്റ് എന്ത് മനസ്സിലായി കാര്യത്തിന്, അതാണ് ഇവാലുവേഷൻ. എൻ്റെ ഫസ്റ്റ് സെമ്മിൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ മോഡലുണ്ട്, അത് ഞാൻ ഇത് കഴിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം. പിന്നെ നമ്മൾ ഫസ്റ്റ് പേജ് എടുത്തിട്ട് ആദ്യം എന്ത് ചെയ്യുന്നത്, കോളം വരക്കാത്ത പേജാണ് എടുക്കുന്നത്. ഈ പേജിൻ്റെ മുകളിൽ ആദ്യം സ്റ്റുഡൻറ്റ് പ്രൊഫൈൽ, അതായത് നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് എഴുതുന്നത്. അതിലാദ്യം നെയിം ഓഫ് ദ സ്റ്റുഡൻറ്റ്, പിന്നെ സബ്ജക്റ്റ്, ടോപ്പിക്ക്, യൂണിറ്റ്, പിന്നെ ഡേറ്റ്, ഡ്യൂറേഷൻ, വെന്യൂ, നെയിം ഓഫ് ദ ഇവാലുവേറ്റർ, മെത്തേഡ് ഓഫ് ടീച്ചിങ്, നെക്സ്റ്റ് എയ്ഡ്സ്. ഇനി അടുത്തത് പ്രീവിയസ് നോളജ്. അപ്പോൾ നെയിമിൻ്റെ അവിടെ നമ്മുടെ പേര് എഴുതും. പിന്നെ സബ്ജക്റ്റ് ഏത് സബ്ജക്റ്റ്, ഇപ്പോൾ നിങ്ങൾ ഫൗണ്ടേഷൻ്റെ ആവുമല്ലോ എഴുതുന്നുണ്ടാവും ഫസ്റ്റ് സെമ്മായതുകൊണ്ട്. ഇപ്പോൾ നഴ്സിംഗ് ഫൗണ്ടേഷൻ എന്ന് എഴുതാം. പിന്നെ ടോപ്പിക്ക് നമുക്ക് തന്നിട്ടുള്ള ടോപ്പിക്കിൻ്റെ പേര് എഴുതാം. യൂണിറ്റ് നമ്മൾ എവിടെ എടുക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഡേറ്റ് എന്ന് പറയുമ്പോൾ എടുക്കുന്ന ഡേറ്റ് എന്നാണ്, അതായത് ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്നാണ് പഠിപ്പിച്ചു കൊടുക്കുന്ന പേഷ്യൻ്റ്, ആ ഡേറ്റാണ് അവിടെ എഴുതേണ്ടത്. പിന്നെ ഡ്യൂറേഷൻ എന്ന് പറയുമ്പോൾ 30 മിനിറ്റാണ്. വെന്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ പോസ്റ്റിംഗ്, അതായത് ക്ലിനിക്കൽ പോസ്റ്റിങ്ങിന് പോകുന്ന സമയത്താണോ അല്ലെങ്കിൽ വേറെ എവിടെ നിന്നുള്ളതാണ് എടുക്കുന്നതെന്നുള്ള കാര്യമാണ് ഈ വെന്യൂവിൽ വരുന്നത്. നെക്സ്റ്റ് നെയിം ഓഫ് ദി ഇവാലുവേറ്റർ, ആരാണോ നമ്മുടെ ഈ ഹെൽത്ത് എഡ്യൂക്കേഷൻ നമ്മൾ പേഷ്യൻ്റ് എടുക്കുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അവരുടെ പേരാണ് അവിടെ എഴുതേണ്ടത്. പിന്നെ മെത്തേഡ് ഓഫ് ടീച്ചിങ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ലെക്ചർ കം ഡിസ്കഷൻ. ഏവിയേറ്റ്സ് ആണെങ്കിൽ നമ്മൾ ചാർട്ടാണോ എന്തെങ്കിലും മോഡൽസ് ആണോ എന്തെങ്കിലും ഡയഗ്രാംസ് ആണോ അല്ലെങ്കിൽ ഫ്ലാഷ് കാർഡ്സ് ആണോ യൂസ് ചെയ്യുന്നതെന്നാണ് ഏവിയേറ്റ്സിൽ എഴുതുന്നത്. ഇനി പ്രീവിയസ് നോളജ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നവരാണല്ലോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും എല്ലാത്തിനും പറ്റി ഏകദേശം ഒരു ചെറിയ നോളജ് നമ്മുടെ ടി വിയിൽ നിന്നോ അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ നിന്നോ ഫേസ്ബുക്കിൽ നിന്നോ വാട്സപ്പിൽ നിന്നൊക്കെ വരും. അപ്പോൾ അതിനാണ് പ്രീവിയസ് നോളജ് എന്ന് പറയുന്നത്. ഇവിടെ എപ്പോഴും നമ്മളൊരു സെയിം ഡയലോഗാണ് എഴുതുന്നത്. ദ ക്ലയൻറ്റ് ഹാവ് പ്രീവിയസ് നോളജ് ഓൺ, ഞാനിവിടെ ടോപ്പിക് എഴുതിയപ്പോൾ മാറിപ്പോയി, മറ്റേ പഴയ ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ ടോപ്പിക്കാണ് എഴുതിയത്, അതുകൊണ്ടാണ് അവിടെ വെട്ടിയിട്ടത്. നമ്മളൊരിക്കലും നമ്മുടെ ഹെൽത്ത് എഡ്യൂക്കേഷനിൽ ഇതുപോലെ വെട്ടാനോ വൈറ്റ്നസ് യൂസ് ചെയ്യാനോ പാടില്ല. നമ്മൾ അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ നേരെ പുതിയ പേജ് എടുത്ത് എഴുതാനേ നമുക്ക് പറ്റത്തുള്ളൂ. അവിടെ നമ്മൾ പറഞ്ഞ പോലെ പ്രീവിയസ് നോളജിൽ സെയിം ഡയലോഗ് എഴുതുക. അതായത് പേഷ്യൻ്റ് ഇതിനു മുമ്പ് ടി വിയിൽ നിന്ന് പിന്നെ ഫോണിൽ നിന്ന് ഇൻ്റർനെറ്റിൽ നിന്നൊക്കെ ഇങ്ങനത്തെ ഈ കാര്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ ടോപ്പിക്കിനെ പറ്റി കേട്ടിട്ടുള്ള അറിവുണ്ടെന്ന് എഴുതാം. നെക്സ്റ്റ് ആ പേജിൻ്റെ അപ്പുറത്തെ പേജിൽ വരുന്നത് ജനറൽ ഒബ്ജക്റ്റീവ്സ്. ഈ ജനറൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ അതിൽ മെയിനായിട്ട് വരുന്നത് നമ്മൾ ഈ ക്ലാസ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം പേഷ്യൻ്റ് എന്തിനൊക്കെ കാര്യങ്ങളെ പറ്റി അറിയാം. അപ്പോൾ ഇതിൽ പറയുന്നത്, ഇപ്പോൾ നമ്മൾ ക്ലാസ് എടുത്ത് കഴിഞ്ഞാൽ പേഷ്യൻ്റ് എന്തറിയാം, ഈ നമ്മൾ എടുത്തു കൊടുത്തപ്പോൾ എൻ്റെ ടോപ്പിക് എന്ന് പറയുമ്പോൾ കോൺസ്റ്റിപ്പേഷൻ ആൻഡ് ഇറ്റ്സ് മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ ഞാൻ എഴുതാണെങ്കിൽ എങ്ങനെ എഴുതും, പേഷ്യൻ്റ് കോൺസ്റ്റിപ്പേഷൻ ആൻഡ് ഇറ്റ്സ് മാനേജ്മെൻറ്റിനെ പറ്റിയിട്ടും ഈ കോൺസ്റ്റിപ്പേഷൻ വന്നാൽ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, അതിനെ ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കാം, ട്രീറ്റ് ചെയ്യുന്ന രീതികൾ ഒതുക്കി ഈ കാര്യങ്ങളൊക്കെ പേഷ്യൻ്റിനെ അറിയാമെന്നുള്ളതാണ് നമ്മൾ ഈ ജനറൽ ഒബ്ജക്റ്റീവിൽ എഴുതുന്നത്. ഞാനിവിടെ പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗം എന്ന് പറയുമ്പോൾ നമുക്ക് ടോപ്പിക് എഴുതാനുള്ള സ്പേസാണ്. അവിടെ ബ്രാക്കറ്റ് ഇടണ്ട, ബ്രാക്കറ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബ്രാക്കറ്റിൽ പെൻസിൽ കൊണ്ട് എഴുതിയിട്ടുള്ളത്. അടുത്ത ഹെഡിങ് സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് ആണ്. ഇതിലെന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ കോളം വരച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ എഴുതുന്നുണ്ട്. ആ കോളത്തിൽ എഴുതുന്ന കാര്യങ്ങൾ നമ്പർ വൈസിൽ ഇവിടത്തോട്ട് എടുത്ത് എഴുതാണ് ചെയ്യേണ്ടത്. പിന്നെ ഈ സ്പെസിഫിക് ഒബ്ജക്ട്സിൽ നമ്മൾ നമ്പർ ഇട്ടിട്ട് ഓരോ കാര്യങ്ങൾ എഴുതുന്ന സമയത്ത് നമ്മൾ സ്മോൾ ലെറ്റേഴ്സ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് ഒന്നും എഴുതരുത്. ഫുള്ള് സ്മോൾ ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് മാത്രം ഈ സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സിൽ എഴുതുക. അത് അങ്ങനെ ഒരു റൂൾ ഉണ്ട് ഹെൽത്ത് എഡ്യൂക്കേഷൻ എഴുതുമ്പോൾ, അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത്. ഇതാണ് എഴുതേണ്ട ഓർഡർ. ആദ്യം ഇൻട്രൊഡക്ഷൻ, ഡെഫിനിഷൻ, ടൈപ്സ്, എത്തിയോളജി, റിസ്ക് ഫാക്ടേഴ്സ്, പാത്തോഫിസിയോളജി, ഇങ്ങനെയാണ് എഴുതുന്നത്. അപ്പോൾ ഇനി എഴുതുന്നത് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ആദ്യം നമ്മൾ ഇൻട്രൊഡക്ഷനാണ് എഴുതുന്നത്. ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ടോപ്പിക് ഏതാണോ ആ ടോപ്പിക്കിനെ പറ്റി അതിൻ്റെ ഡെഫിനിഷൻ കുറച്ച് കാര്യങ്ങൾ ചേർത്തിട്ട് 2-3 വരി. അപ്പോൾ ആദ്യം നമ്മളിവിടെ SI നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ടൈം പിന്നെ നമുക്ക് കണ്ടൻറ്റ് എഴുതിയതിന് ശേഷം മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. പിന്നെ സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് അവിടെ എഴുതുന്നത്, നമ്മൾ ഈ ടോപ്പിക്കിൽ എന്താ ഉദ്ദേശിക്കുന്നത്. ഇതിൽ പറയുന്നത് ഇൻട്രൊഡക്ഷൻ അബൌട്ട് ദ കോൺസ്റ്റിപ്പേഷൻ ആൻഡ് ഇറ്റ്സ് മാനേജ്മെൻറ്റ്. അതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഇൻട്രൊഡക്ഷൻ്റെ അല്ലെങ്കിൽ സ്പെസിഫിക് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. എന്നിട്ട് ഇൻട്രൊഡക്ഷനിൽ നമ്മൾ
ഒരു 2-3 വരി അല്ലെങ്കിൽ 3-4 സെൻറ്റൻസ് എഴുതാം ഇതിനെ പറ്റിയിട്ട്, നമ്മുടെ കോൺസ്റ്റിപ്പേഷനെ പറ്റിയിട്ടും അതിൻ്റെ മാനേജ്മെൻറ്റിനെ പറ്റിയിട്ടും. അപ്പോൾ നിങ്ങളുടെ ടോപ്പിക്ക് ഏതാണോ അതിനെ പറ്റിയിട്ട് വേണം നിങ്ങൾ എഴുതാൻ. നിങ്ങൾക്ക് ഈ ഗൂഗിളിൽ നിന്നും അതുപോലെ തന്നെ ഇപ്പോൾ മീറ്റായി വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡെഫിനിഷൻ അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ അബൌട്ട് നിങ്ങളുടെ ടോപ്പിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒക്കെ കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് ഒരു 5-6 വരി അല്ലെങ്കിൽ ഒരു 3-4 സെൻറ്റൻസ് എന്തെഴുതാം ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഇൻട്രൊഡക്ഷൻ എഴുതിയിട്ടുണ്ട്. ഞാൻ മീറ്റായും പിന്നെ ഗൂഗിളൊക്കെ ചേർത്തിട്ട് തന്നെയാണ് ഞാൻ എഴുതുന്നത്. ഇനി അപ്പുറത്ത് നമ്മൾ എന്ത് എഴുതുന്നുണ്ട്, ഡെഫിനിഷൻ എഴുതുന്നുണ്ട്. അപ്പോൾ ഡെഫിനിഷൻ്റെ അവിടെ essay നമ്പർ 2 ഇട്ടിട്ടുണ്ട്. പിന്നെ സ്പെസിഫിക് ഒബ്ജക്റ്റീവ് ആണെങ്കിൽ പേഷ്യൻറ്റ് വിൽ ബി ഏബിൾ ടു ഡിസ്ക്രൈബ് അബൌട്ട് ദി അല്ലെങ്കിൽ ഡിഫൈൻ അബൌട്ട് ദി കോൺസ്റ്റിപ്പേഷൻ ആൻഡ് ഇറ്റ്സ് മാനേജ്മെൻറ്റ്. അപ്പോൾ നമ്മളിത് എഴുതി കഴിഞ്ഞതിന് ശേഷം പേഷ്യൻ്റ് അല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷം പേഷ്യൻ്റ് എന്ത് മനസ്സിലാക്കാൻ പറ്റും, ഈ കോൺസ്റ്റിപ്പേഷൻ്റെ മാനേജ്മെൻറ്റിനെ പറ്റിയിട്ടൊക്കെ ഡെഫിനിഷൻ പറയാൻ പേഷ്യൻറ്റിന് പറ്റും. അപ്പോൾ ഡെഫിനിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്യില്ല, നമ്മുടെ ബുക്സിലൊക്കെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൽ കാണാം ഡെഫിനിഷൻ ഓഫ് ദ കോൺസ്റ്റിപ്പേഷൻ. അതിൻ്റെ ടോപ്പിക്ക് അതായതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ ടോപ്പിക്കിൻ്റെ ഡെഫിനിഷൻ കാണും, അതെടുത്തിട്ട് ഈ ഡെഫിനിഷൻ്റെ പാർട്ടിൽ എഴുതാം. നിങ്ങൾക്ക് കളർ പെന്ന് യൂസ് ചെയ്യണമെങ്കിൽ കളർ പെൻസൊക്കെ യൂസ് ചെയ്യും ഈ ഹെഡിങ്സൊക്കെ എഴുതാൻ. പിന്നെ ഒറ്റയടിക്ക് മാംസ് നമുക്ക് എന്താക്കി തരില്ല, ഫയറാക്കി തരില്ല, അവർ സൈൻ ചെയ്ത് തരില്ല. അപ്പോൾ നമ്മൾ ആദ്യം റഫ് കോപ്പി എഴുതി അല്ലെങ്കിൽ ജസ്റ്റ് ഒരു കോപ്പി മോഡൽ എഴുതി കൊണ്ടു കൊടുത്തതിന് ശേഷം നമുക്കിതുപോലെ ഫെയർ എഴുതിയിട്ട് വാങ്ങിക്കാൻ പറ്റുള്ളൂ മാംസിൻ്റെ കയ്യിൽ നിന്ന്. മാത്രമല്ല കേസ് സ്റ്റഡി ആയാലും കെയർ പ്ലാൻ ആയാലും എന്ത് എഴുതുമ്പോഴും അങ്ങനെ തന്നെയാണ്. ആദ്യം നമ്മൾ റഫ് കോപ്പി വെച്ചതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് എഴുതാൻ പറ്റുള്ളൂ, അവർ കറക്ഷൻ തന്നതിന് ശേഷം മാത്രമേ നമുക്ക് സ്കെൽറ്റലല്ല ഫെയർ കോപ്പി നമുക്ക് എഴുതി വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഡെഫിനിഷൻ എഴുതി തീർന്ന് ഇനി ടീച്ചേഴ്സ് ആക്ടിവിറ്റി ബാക്കി കോളങ്ങൾ നമുക്ക് ഫില്ല് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇവാലുവേഷൻ കോളത്തിൽ എഴുതുന്നത് ജസ്റ്റ് ഒരു WHO ക്വസ്റ്റ്യൻ ചേർത്തിട്ട് എഴുതി കൊടുക്കുക. അതായത് ഇപ്പോൾ ഇവിടെ എന്ത് എഴുതാം, വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ദ കോൺസ്റ്റിപ്പേഷൻ ആൻഡ് ഇറ്റ്സ് മാനേജ്മെൻറ്റ്. അങ്ങനെയാണ് ഞാനിവിടെ ഇവാലുവേഷനിൽ എഴുതി കൊടുക്കുന്നത്. പിന്നെ ഇനി ബാക്കി കോളങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടീച്ചേഴ്സ് ആക്ടിവിറ്റിയിലാണെങ്കിൽ അവിടെ ലെക്ചർ കം ഡിസ്കഷനും, പിന്നെ ലേണേഴ്സ് ആക്ടിവിറ്റി ആണെങ്കിൽ ലിസണിങ്ങും, എവിഡ്സിൻ്റെ അവിടെ ആണെങ്കിൽ നമ്മൾ എവിഡ്സ് ആയിട്ട് എന്ത് യൂസ് ചെയ്യുന്നു, ഫ്ലാഷ് കാർഡ്സ് ആണോ പിന്നെ മോഡൽസ് ആണോ അല്ലെങ്കിൽ ചാർട്ട്സ് ആണോ യൂസ് ചെയ്യുന്നത് അവിടെ എഴുതാം. പിന്നെ ഇതുപോലെ നമ്മൾ എല്ലാ ടോപ്പിക്കിൻ്റെയും എന്ത് എഴുതി കൊടുക്കുന്നുണ്ട് ഇതുപോലെ എഴുതി ഫില്ല് ചെയ്യുന്നുണ്ട്. ഈ പേജിൽ നമ്മൾ നേരത്തെ ഇവാലുവേഷനിൽ എഴുതിയിട്ടുള്ള WHO ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അതാണ് എടുത്തെഴുതുന്ന ഓർഡറിൽ. പിന്നെ ഇനി നമ്മൾ ലാസ്റ്റ് ഒരു പേജ് എടുത്തിട്ട് ആ പേജിൻ്റെ ഫ്രണ്ടിൽ ആദ്യം റീക്യാപിച്ചുലൈസേഷൻ ആൻഡ് റീക്യാപ്ചറൈസേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡിങ് എഴുതുന്നുണ്ട്. ഇനി ലാസ്റ്റ് പേജിൻ്റെ ഒരു സൈഡിൽ നമ്മൾ സമ്മറി, കൺക്ലൂഷൻ, ബിബ്ലിയോഗ്രഫിയാണ് എഴുതി കൊടുക്കുന്നത്. അപ്പോൾ സമ്മറിയിൽ നമ്മൾ എന്താ എഴുതേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടന്റിനെ പറ്റി നമ്മൾ ഇൻട്രൊഡക്ഷൻ എഴുതിയല്ലോ, ആ സംഭവം എഴുതുന്നിട്ട് അതിൻ്റെ കൂടെ എന്തെഴുതാം, ഇത് നമ്മൾ പഠിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം പേഷ്യൻറ്റിന് ഈ കാര്യങ്ങളെ പറ്റി അതിൻ്റെ മാനേജ്മെൻറ്റിനെ പറ്റിയൊക്കെ ഇതുവഴി അറിയാൻ പറ്റിയെന്ന് എഴുതാം. എഴുതിയേക്കുന്ന ഡയലോഗ് വായിച്ചാൽ തന്നെ മനസ്സിലാവും സമ്മറിയിൽ വരുന്നത്. ഇനി കൺക്ലൂഷനിലാണെങ്കിൽ നമ്മളിത് പഠിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ഇതിൽ നമ്മൾ എന്തൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ, ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ, മാനേജ്മെൻറ്റിൽ സർജിക്കൽ വരുന്നുണ്ട്, മെഡിക്കൽ വരുന്നുണ്ട്, പിന്നെ മരുന്നുകൾ കൊടുത്തിട്ടുള്ള മാനേജ്മെൻറ്റ് വരുന്നുണ്ട്, നേഴ്സസിൻ്റെ മാനേജ്മെൻറ്റ് വരുന്നുണ്ട്. നമ്മളൊക്കെ നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നഴ്സിംഗ് മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ കുറച്ച് അധികം പോയിൻറ്റ്സ് എഴുതണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ കൺക്ലൂഷനിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് എഴുതുന്നത്. ഇനി ബിബ്ലിയോഗ്രഫി എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മൾ നമ്പർ വൈസിൽ, അതായത് നമ്മൾ ഏതൊക്കെ ബുക്ക് നോക്കിയിട്ട് അല്ലെങ്കിൽ ഏതൊക്കെ വെബ് പേജസ് ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ എഴുതിയെന്ന് അല്ലെങ്കിൽ റെഫറൻസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഈ ബിബ്ലിയോഗ്രഫിയിൽ എഴുതുന്നത്. അപ്പോൾ ബിബ്ലിയോഗ്രഫി എഴുതുമ്പോൾ ഇപ്പോൾ ഏതെങ്കിലും ബുക്ക് നോക്കിയിട്ടാണ് എഴുതിയെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് എഴുതണം, ആരാണ് ബുക്ക് എഴുതിയേക്കുന്നത് ആളുടെ പേര് എഴുതണം. ഇപ്പോൾ ഒന്നിൽ കൂടുതൽ ആൾക്കാരുടെ പേരുണ്ടെങ്കിൽ കോമയിട്ട് അവരുടെ എല്ലാവരും പേര് എഴുതണം. അത് കഴിഞ്ഞതിന് ശേഷം ഒരു കോമ ഇട്ടിട്ട് പിന്നെ ബുക്കിൻ്റെ പേര് എഴുതുക, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ പേരെന്താണോ അത് എഴുതുക. അത് കഴിഞ്ഞിട്ട് ഒരു കോമ ഇട്ടിട്ട് അടുത്ത് എഴുതേണ്ടത് ആരാണ് ഈ ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ കൂടെ തന്നെ എത്രാമത്തെ എഡിഷനാണ് ഈ ടെക്സ്റ്റ് ബുക്ക് എന്നും കൂടെ എഴുതണം. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് എഴുതേണ്ടതാണ് പേജ് നമ്പർ. ഇതാണ് ബിബ്ലിയോഗ്രഫി എഴുതേണ്ട ഒരു രീതി എന്ന് പറയുമ്പോൾ. അപ്പോൾ ബിബ്ലിയോഗ്രഫി എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ നിന്നാണ് റെഫറൻസ് എടുത്തിട്ട് അല്ലെങ്കിൽ നമ്മൾ എവിടെ നിന്നാണ് റെഫർ ചെയ്ത് എഴുതിയിട്ടുള്ളത് ആ കാര്യമാണ് ബിബ്ലിയോഗ്രഫിയിൽ നമ്മൾ എഴുതുന്നത്. മിനിമം 2 അല്ലെങ്കിൽ അതിൽ കൂടുതലെങ്കിലും വേണമെന്നാണ് ബിബ്ലിയോഗ്രഫിയുടെ ഒരു കണക്ക് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ. ഇനി ഞാൻ എഴുതിയേക്കുന്ന എൻ്റെ ഫസ്റ്റ് സെമ്മിലെ ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ ഒരു മോഡൽ ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് മോഡൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഹെൽത്ത് എഡ്യൂക്കേഷൻ വെച്ചിട്ടുള്ളത്. ഇത് റഫ് കോപ്പിയാണ് കേട്ടോ, ഫെയർ അല്ല. അതുകൊണ്ടാണ് കറക്ഷൻ്റെ ക്വസ്റ്റ്യൻ മാർക്കും കാര്യങ്ങളൊക്കെ കാണുന്നത്. കാരണം ഡേറ്റും നമ്മൾ എടുക്കുന്ന സ്ഥലമൊക്കെ നമുക്ക് ആ സമയത്തല്ലേ എഴുതാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അവിടെ ക്വസ്റ്റ്യൻ മാർക്ക് വന്നേക്കുന്നത്. പിന്നെ ബാക്കിയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളൊക്കെ.
പിന്നെ പേരിൻ്റെ അവിടെ പേര്, നമ്മുടെ സബ്ജക്റ്റ് നഴ്സിംഗ് ഫൗണ്ടേഷൻ ആണെങ്കിൽ ഫൗണ്ടേഷൻ, നഴ്സിംഗ് ഫൗണ്ടേഷൻ തന്നെ എഴുതാം. പിന്നെ യൂണിറ്റ് നമ്മൾ എവിടെയാണെന്നാണോ എടുക്കുന്നത്, ഏത് ടോപ്പിക്കാണ് എടുക്കുന്നത്, കാര്യങ്ങളൊക്കെ നേരത്തെ ഫില്ല് ചെയ്യുക. പിന്നെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ജനറൽ ഒബ്ജക്റ്റീവ്സ് നമ്മൾ പറഞ്ഞ പോലെ, പിന്നെ സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് ആണ് അടുത്തത് വരുന്നത്. അതിൽ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സിൽ എഴുതുന്ന കാര്യങ്ങളൊക്കെയാണ് അവിടെ എഴുതുന്നത്. അത് സ്മോൾ ലെറ്ററിൽ വേണം എഴുതാൻ. ഇത് ക്യാപിറ്റൽ ലെറ്ററാണ്, പക്ഷെ അത് തെറ്റാണ്. സ്മോൾ ലെറ്ററിൽ വേണം നമ്മൾ ഫുൾ എഴുതാൻ. ഇനി നെക്സ്റ്റ് വരുന്നത് ഓരോരോ ടോപ്പിക്സ്, ഇൻട്രൊഡക്ഷൻ, ഡെഫിനിഷൻ, ടൈപ്സ്, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ വരുന്നുണ്ട്. ടൈപ്സ് വരുന്നതൊക്കെ ആണെങ്കിൽ ടൈപ്സ് എഴുതാം. ടൈപ്സ് എന്നുള്ള പാർട്ട് അതിന്, അല്ലെങ്കിൽ നിങ്ങളുടെ ടോപ്പിക്കിന് അങ്ങനെ ഒരു സംഭവം ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതേണ്ട ആവശ്യമില്ല. പിന്നെ ബാക്കിയൊക്കെ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോളം വരച്ച് എഴുതാണെങ്കിൽ കോളം വരച്ച് എഴുതാം. പാത്തോഫിസിയോളജിക്ക് എഴുതുമ്പോൾ ലീഡ്സ് ടു അല്ലെങ്കിൽ ആരോ മാർക്ക് ഇട്ടിട്ട് എഴുതാം. അത് ഇമ്പോർട്ടൻ്റ് ആണ് പാത്തോഫിസിയോളജിക്ക് എഴുതുമ്പോൾ. ഇതുപോലെ കംപ്ലീറ്റ് എഴുതുക. പിന്നെ ലാസ്റ്റിൽ നമ്മൾ റീക്യാപ്ചറൈസേഷൻ ആൻഡ് റീക്യാപിറ്റുലൈസേഷൻ, അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നതാണ് സമ്മറി, കൺക്ലൂഷൻ ആൻഡ് ബിബ്ലിയോഗ്രഫി. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹെൽത്ത് എഡ്യൂക്കേഷൻ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക.